കത്തോലിക്ക സഭയിൽ നോമ്പുകാലത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു പുണ്യ ആചാരമുണ്ട്. എന്താണത്? കുരിശിൻ്റെ വഴി പ്രാർത്ഥന. പ്രത്യാശയോടെ ക്രൂശിൽ എന്ന ഈ തപസ്സുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കുരിശിൻ്റെ വഴി യേശു കുരിശ് ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് നടന്നു നീങ്ങി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുവിൻ്റെ അന്ത്യയാത്രയിലെ 14 സ്ഥലങ്ങളിലൂടെയുള്ള ധ്യാനാത്മകമായ ഒരു യാത്രയാണ് കുരിശിൻ്റെ വഴി. ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ അനുസ്മരിക്കുവാനായി അവർ ജെറുസലേമിലേക്ക് തീർത്ഥാടനം ചെയ്തിരുന്നു. ഈ തീർത്ഥാടനത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ് കുരിശിൻ്റെ വഴിയുടെ ആരംഭം തുടങ്ങുന്നത്. മുൻകാലങ്ങളിൽ വിശ്വാസികൾ ജെറുസലേമിലേക്ക് എത്തിച്ചേർന്ന് യേശുവിൻ്റെ കല്ലറയിങ്കിലേക്ക് അവർ ഭക്തിപൂർവ്വം യാത്ര ചെയ്യുമായിരുന്നു. ഈ യാത്രയെ അവർ വിളിച്ചിരുന്നത് വിയ ഡൊളോറോസ, വേ ഓഫ് സഫറിങ്, അഥവാ വേദനയുടെ കഷ്ടപ്പാടിൻ്റെ വഴി എന്നാണ്. എന്നാൽ പിന്നീട് കുരിശ് യുദ്ധങ്ങൾക്കു ശേഷം ജെറുസലേമിലേക്ക് വിശ്വാസികളുടെ തീർത്ഥാടനവും പ്രവേശനവും കുറഞ്ഞു വന്നു. പിന്നീട് വിശുദ്ധ സ്ഥലം സംരക്ഷിക്കുവാനായിട്ട് പരമേൽപ്പിക്കപ്പെട്ടത് ഫ്രാൻസിസ്കൻ വൈദികരായിരുന്നു. അസിസിയിലെ ഫ്രാൻസിസിന് സുൽത്താൻ മാലിക് അൽ കമീൻ അനുമതി നൽകി തീർത്ഥാടനം ചെയ്യുവാനായിട്ട്. അതിനെ തുടർന്ന് യേശു കുരിശു ചുമന്ന വഴിയിലൂടെ ഫ്രാൻസിസ് അതീവ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ധ്യാനപൂർവം നടന്നു. ഈ പാരമ്പര്യത്തിൽ നിന്ന് ഉടലെടുത്തതാണ് നാം ഇന്ന് കാണുന്ന കുരിശിൻ്റെ വഴി. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ പീഡാനുഭവ യാത്ര അഥവാ ഈ കുരിശിൻ്റെ വഴി ഫ്രാൻസിസ്കൻ വൈദികർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. യേശുവിൻ്റെ പീഡാനുഭവ യാത്രയെ അവർ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും പ്രകടിപ്പിച്ചു. വിയ ഡൊളോറോസ അഥവാ കുരിശിൻ്റെ വഴി യാത്രയെ അവർ ഭക്തി നിർഭരമാക്കി മാറ്റി. കാലക്രമേണ എല്ലാവർക്കും ജെറുസലേമിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ 18-19 നൂറ്റാണ്ടുകളിലാണ് ദേവാലയങ്ങളിൽ ഈ കുരിശിൻ്റെ വഴിയിലെ ചിത്രങ്ങൾ സ്ഥാപിച്ച് അവിടെ വച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുവാദം ലഭിച്ചു തുടങ്ങിയത്. ഫ്രാൻസിസ്കൻ വൈദികർ ഈ ഭക്താഭ്യാസത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് അത് പ്രഘോഷിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വഴി ഒരു ആരാധനക്രമത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് ഒരു ഭക്താഭ്യാസമായിട്ടാണ് കണക്കാക്കുന്നത്. യേശുവിൻ്റെ സഹന വഴിയിലൂടെ ധ്യാനാത്മകമായി നടന്നു നീങ്ങുവാൻ ഒത്തിരി ആളുകൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുവാൻ 100 കണക്കിന് ആളുകൾ ഭക്തിയോടെ ദേവാലയങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ ആയിരക്കണക്കിന് വേർഷനുകളുണ്ട്, അതായത് ധ്യാന രൂപങ്ങളുണ്ട് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ. ഈ തപസ്സുകാലം നമുക്ക് ഭക്തിപൂർവ്വമാക്കി മാറ്റാം. കുരിശിൻ്റെ വഴി പ്രാർത്ഥന യേശുവിനോടൊപ്പം നടക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ ത്യാഗപരമായ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അടിച്ചമർത്തപ്പെട്ടവർ എന്നിവർക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച യേശു ക്രിസ്തുവിനോട് കൃതജ്ഞത കാണിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കുരിശിൻ്റെ വഴി. മാനുഷിക പാപങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വ്യക്തിയായി മാറുവാൻ കുരിശിൻ്റെ വഴി നമ്മളെ സഹായിക്കുന്നു. ഈ തപസ്സുകാലത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്കും ആത്മപരിശോധനയ്ക്കും പരിവർത്തനത്തിനും കുരിശിൻ്റെ വഴി നമ്മെ സഹായിക്കട്ടെ. സമൂഹത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി കുരിശെടുക്കുവാനുള്ള വലിയ ശക്തി നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തമായ ഒരു ഉപകരണമായി കുരിശിൻ്റെ വഴി മാറട്ടെ. ആമേൻ.